ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ എയർലൈൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് ആണ്. അതിന്റെ ഉടമയുടെ പേര് തക്യുദ്ദീൻ ബാഹിദ് എന്നാണ്. അദ്ദേഹം 1995 മുംബൈയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. വെടിയേറ്റ് മരിച്ചതിന്റെ കാരണം പിന്നീട് മുംബൈ പോലീസ് അന്വേഷിച്ചപ്പോൾ ഡി കമ്പനിയാണ് ഈ എയർലൈൻസിന് ഫണ്ട് ചെയ്തത് എന്ന് കണ്ടെത്തി. പിന്നീട് ഈ എയർലൈൻസ് സാമ്പത്തികമായി പ്രതിസന്ധിയിലായി ഇത് നിർത്തുകയും ചെയ്തു. ഇതിവിടെ പറയാനുള്ള കാരണം CJ റോയി ഇതും ഒരു വെടിയിൽ തീർന്ന ജീവിതമാണ്. വെടിയുതിർത്ത് അദ്ദേഹവും മരിച്ചു. ആ മരണത്തിന്റെ കാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. ഇൻകം ടാക്സിനോ ഇഡിക്കോ എന്താണ് കാരണമെന്ന് പൊതുസമൂഹത്തിനോട് പറയാൻ ചില പരിമിതികളുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ മാനസികമായി സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നടന്ന കാര്യങ്ങളെല്ലാം നിയമപരമായി തന്നെയാണ്. കാരണം ED ഓരോ മിനിറ്റിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. ദുരൂഹത എന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ 3 ദിവസമായി CCTV ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ EDയുടെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെയോ അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ അല്ല, കഴിഞ്ഞ 3 മാസമായി ഇത് നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മാനേജർ TA ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് EDയുടെ മുന്നിൽ ഹാജരാവുകയും അവിടെ ഒരു ലോക്കർ ED സീല് മുദ്ര വയ്ക്കുകയും ആ ലോക്കർ തുറക്കാനാണ് റോയി ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയത്. പിന്നീട് നടന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കാം ആ ലോക്കറിന് ഇപ്പോൾ റോയിയുടെ ജീവന്റെ വിലയുണ്ട്, അതിൽ ജീവന്റെ വിലയുള്ള രഹസ്യവുമുണ്ട്. ആ ലോക്കർ തുറന്നു കഴിഞ്ഞാൽ താൻ ഇതുവരെ ഉണ്ടാക്കിയ കോൺഫിഡൻസ് മുഴുവൻ ഇല്ലാതായി പോകുമെന്നുള്ള ഭയമാണോ റോയിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്? ശരിക്കും ഈ ഡി കമ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ദാവൂദിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ അധോലോക സംഘമാണ്. അവർ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തി മറ്റു പല മാർഗങ്ങളിലൂടെ ഈ പണം ഇരട്ടിപ്പിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും ഈ ബോളിവുഡിൽ ഏറ്റവും അധികം പണം ഇറക്കി കളിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ എയർലൈൻസ് കമ്പനി തുടങ്ങുമ്പോൾ അവരും അതുപോലെ പണം ഇറക്കും. പക്ഷേ ഇവർ പിന്നാമ്പുറത്തായിരിക്കും നിൽക്കുന്നത്. ആ പണം കിട്ടാതെ വരുമ്പോഴോ അല്ലെ അവരുടെ ലാഭവിഹിതം കിട്ടാതെ വരുമ്പോഴോ ഒക്കെ ചിലപ്പോൾ അവർ ഈ ആളുകളെ കൊന്നിരിക്കാം. അതുകൊണ്ടാണ് ഈ ഡി കമ്പനി ഒരു കുപ്രസിദ്ധമായിട്ട് മാറിയതെന്ന് നമുക്ക് പറയാം. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്, ഈ പറയുന്ന റോയിയുടെ കമ്പനി കോൺഫിഡൻസ് ഗ്രൂപ്പ്, ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് ഒക്കെ വിപുലമാണല്ലോ. വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കമ്പനിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ തട്ടിപ്പ്, നിയമവിരുദ്ധ പണസമ്പാദന പദ്ധതികൾ എന്നിവയ്ക്കായിട്ടൊക്കെ ഓൺലൈൻ നീക്കങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വെബ്സൈറ്റ് ആദ്യമേ തന്നെ എടുക്കുമ്പോൾ കാണുന്നത്. പക്ഷെ ഇവിടെ ഈ റോയി എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു. റോയി എന്തിനാണ് ഭയപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആദായ നികുതി വകുപ്പ് ഒരു പരിശോധന നടത്തും. ആദായ നികുതി വകുപ്പ് എന്തെങ്കിലും തരത്തിലൊരു പരിശോധന നടത്തണമെങ്കിൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. ഈ വിങ് കൃത്യമായി പരിശോധന നടത്തുകയും അതിന്റെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യും. ഈ തെളിവുകൾ കിട്ടി അതിന്റെ ഉന്നത തലത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഈ ആദായ നികുതി വകുപ്പ് റെയ്ഡിന് ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. അങ്ങനെ റെയ്ഡിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ പണത്തിന്റെ സോഴ്സ് വെളിപ്പെടുത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ചെയ്യാനായിട്ട് പലപ്പോഴും റോയിക്ക് സാധിച്ചു. അല്ലെ റോയിയുടെ മൊത്തം എക്സ്പെൻസ് നോക്കുമ്പോൾ ഇയാളുടെ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന പണത്തിനപ്പുറത്തേക്കുണ്ട് ഈ പണത്തിന്റെ സ്രോതസ്, അത് വെളിപ്പെടുത്തണം. സാധാരണഗതിയിൽ EDയോ അല്ലെങ്കിൽ ഈ പറയുന്ന ITO ഒക്കെ തന്നെ റെയ്ഡ് നടത്തുമ്പോൾ വലിയ തോതിൽ പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് പിഴ ഈടാക്കുക എന്നുള്ളതാണ്. അത് വൻതോതിൽ പിഴ ഈടാക്കേണ്ടി വരും. ആ പിഴ കൊടുക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ ഈ പ്രശ്നം തീർന്നായിരിക്കാം. ഈ പിഴ ഈടാക്കുന്നതിന് അല്ലെ പിഴ കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണത്തിൽ റോയി ഭയപ്പെട്ടോ എന്നുള്ളതാണ് ഇവിടെ സംശയം ഉദിക്കുന്നത്. റോയിയുടെ സഹോദരൻ ഉൾപ്പെടുന്ന പറയുന്നത് റോയിക്ക് ഒരു പ്രശ്നമില്ല, റോയിക്ക് ആശങ്കയില്ല, എന്നെ ഫോണിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചോ പ്രശ്നമില്ല, ബാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽ പഴി ചാരുന്നുണ്ട്. ഇവിടെ ഈ സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രശ്നം, കാരണം ഒരുപാട് ആഡംബര കാറുകളുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട്. അങ്ങനെയൊക്കെയുള്ള റോയിയുടെ ഈ ജീവിതത്തിൽ ചില ദുരൂഹതകളുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനും പറ്റില്ലല്ലോ. അല്ല, ഇത്തരം മരണങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ചോദ്യം ഈ ദുരൂഹതയെ സംബന്ധിച്ച് ചോദ്യമാണ്. ഇത്രമാത്രം പണം, ആ പണത്തിൻ്റെ സ്രോതസ്, അത് തന്നെ ചിലപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള വ്യക്തികളിൽ നിന്ന് എത്തപ്പെട്ട പണമാണെങ്കിൽ അതൊക്കെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ ഇമേജിനെ തകർക്കുന്നതായിരിക്കാം. അത് ഒരു വശത്തുള്ളൊരു അനുമാനമാണ്. രണ്ടാമത് നമുക്കറിയാം, ഈ EDയും അതേപോലെ തന്നെ ഇൻകം ടാക്സും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പാഞ്ഞു കയറുന്ന ഇടങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ അവർ ശേഖരിച്ച് അത് മുൻകൂട്ടി അവരുടെ ഓഫീസിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ റെയ്ഡ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വന്നത്. ഇപ്പോൾ സാധാരണ ബിസിനസ്സുകാർ ഈ റെയ്ഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നത്
പരിശോധനയാണ്. പരിശോധനയാണ്. ഇത് പരിശോധനയാണ്, അങ്ങനെ അവർ കണക്കാക്കുന്നുള്ളൂ. പക്ഷേ പത്രങ്ങളൊക്കെ ഈ വാർത്ത വലിയ പ്രാധാന്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഓഫീസ് മുഴുവനും റെയ്ഡ് ചെയ്ത് ശരിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയായിട്ടായിരിക്കും വരും. ഇത് പരിശോധന മാത്രമായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പരിശോധനയിൽ എന്തൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടായാലും അതൊക്കെ പരിഹരിക്കാവുന്ന സൊല്യൂഷൻ ഇല്ലാത്തൊരു വിഷയമില്ല. പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ആണ് റെഡി ചെയ്യുന്നത്. ഇൻകം ടാക്സ് റെഡി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇവർ ചിലപ്പോൾ ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരിക്കാം. ആ വെട്ടിപ്പെന്ന് അവർ പറയുന്നില്ല. എന്തെങ്കിലും അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞതിനിടയിൽ പൊരുത്തമില്ലായ്മ, അതാണല്ലോ ഇതിൻ്റെ പ്രശ്നങ്ങൾ. അതൊക്കെ പരിഹരിക്കാനായിട്ട് അതിനകത്ത് കൂടുതൽ പണമടച്ചാൽ മതിയില്ലേ, ഇല്ലേ? അങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. ജോയി ആലിക്കാസിന്റെ കേസിലൊക്കെ അങ്ങനെയാണ്. ജോയി ആലിക്കാസ് കേസ് മാത്രമല്ല, അങ്ങനെ പല കേസുകളിലും 25 കോടിയുടെ ഒരു തിരിമറി അല്ലെങ്കിൽ ഒരു ടാക്സ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ 3 മാസം മുതൽ 6 വർഷം വരെ എങ്ങാണ്ട് തടവുള്ളൂ. അത് ഇത് അടയ്ക്കാം, പിഴ അടയ്ക്കാം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സാധാരണ അങ്ങനെ ചെയ്യുന്നത്. ഇത് പിഴ അടച്ച തീർക്കുന്നത്. അതുകൊണ്ടാണ് വലിയ വാർത്തകളൊന്നും ഇതേപോലെയുള്ള മരണങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയാതിരിക്കുന്നത്. കാരണം ഒരുപാട് പരിശോധനകളും ഒരുപാട് ശിക്ഷകളും ഒക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതെല്ലാം തന്നെ പണം അടച്ചോ പണം കൊടുത്തോ തീർക്കുകയാണ്. പണം കൊടുത്തും തീർക്കും. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അധികാരികൾ, ഗവൺമെൻറ് ഈ മിഷണറികളായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തൊക്കെ പണം അടച്ചാലും കുറേ പ്രശ്നങ്ങൾ തീരും. അതല്ലെങ്കിൽ ഇവർ കൃത്യമായിട്ട് പണമടച്ചതിൻ്റെ റെമിറ്റൻസ് സർട്ടിഫിക്കറ്റ് അത് കാണിച്ചാൽ വിഷയങ്ങൾ അവസാനിക്കും. എന്നുവെച്ചാൽ 2 തരത്തിലും പണമടച്ച് എന്ത് ചെയ്യാം, പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള വഴി ഉണ്ട് ഇന്ത്യയിലെ ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം. എന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ട് പോലും അവർക്ക് ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യയുടെ വഴി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹമായിരിക്കുന്നതും. അതിൻ്റെ ഭാവന എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ വലിയ തോതിൽ വളർന്ന് പലതരം മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്വയം പ്രയത്നത്താൽ കഠിനാധ്വാനം ചെയ്ത് വളർന്നു വന്ന് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആളെന്നാണ് ഈ റോയിയെ പറയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു റോയിക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനും അതുപോലെ തന്നെ കഴിവുകളുണ്ടായിരിക്കണമല്ലോ. പക്ഷെ അത്രയും കഴിവുള്ള ഒരാൾ ഈ പറയുന്ന ഒരു ലോക്കറിൻ്റെ കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമ്പോഴോ വല്ലാതെ അപ്സെറ്റ് ആയി പോകുന്നു, വല്ലാതെ അതിനെ അതിജീവിക്കാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാമല്ലോ ഒരു മുറിയിൽ കയറിയിട്ട് വെടിവെച്ച്. സാധാരണഗതിയിൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അവർ തോക്ക് തലയിലേക്ക് ചൂണ്ടിയിട്ടായിരിക്കും ഇത്, പക്ഷെ ഇവിടെ നെഞ്ചത്തേക്കാണ് വെടിവെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ഒരു സംശയം, ഈ നെഞ്ചത്തേക്ക് വെടി ഉതിർക്കണമെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്തതാണോ? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് അസാധാരണമായ സംഭവം എന്ന രീതിയിലാണ് നമുക്ക് അതിനെ ചർച്ച ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യില്ല. നമ്മൾ എപ്പോഴും തലയിലേക്ക് വെച്ചിട്ട് ഒറ്റ വെടിക്ക് അത് തീരുന്നതാണ്. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അസ്വസ്ഥനായിരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ ഏതോ ഒരു ഓൺലൈൻ മീഡിയക്ക് ഒരു ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂവിൽ തന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുന്നു. അരമണിക്കൂർ മാത്രമേ സംസാരിക്കുന്നു പറയുന്നത്. പക്ഷെ സംസാരിച്ചു വന്നപ്പോൾ അതൊരു 1.5 മണിക്കൂർ നീളുന്ന ഇന്റർവ്യൂ ആയിട്ട് മാറി. കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഈ തുറന്നു വന്നതിന് ശേഷം ഇപ്പോൾ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്തില്ല. അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇത് എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്, എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചെയ്യാം സാർ എന്നൊക്കെ പറയുന്നു. ചെയ്ത് കഴിഞ്ഞത് കണ്ടതിന് ശേഷം വളരെ തൃപ്തനായിട്ട് ഇതേ റോയി തന്നെ വിളിച്ചിട്ട് ഈ അരുണിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വളരെ സംതൃപ്തനാണ്, നമ്മൾ എല്ലാ കാര്യവും നന്നായി ചെയ്തു. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ, യൂട്യൂബിൽ അത് കിടക്കരുത്. എന്തുപറ്റി? അത് എൻ്റെ മേൽ അന്വേഷണമുണ്ട്, അത് ഈ ആദായ നികുതി വകുപ്പുണ്ട്, ED ഉണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിൽ വെറുതെ ചില കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അവർ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് വരുത്തണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തായാലും അത് വീഡിയോ പിൻവലിക്കുന്നില്ല. പക്ഷേ പിൻവലിക്കും എന്തോ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ. വീഡിയോ പിൻവലിച്ചതിന് ശേഷം പിന്നീട് ഇദ്ദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ വീണ്ടും അപ്ലോഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ വെറും ഒരു റെയ്ഡിനെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ED തൂങ്ങി പോകുമോ എന്നുള്ളൊരു ഭയം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. മാത്രമല്ല ഇതിൽ കൊച്ചിയിൽ 8 അംഗ സംഘമാണ് ബാംഗ്ലൂരിലെത്തി ഈ അന്വേഷണം നടത്തിയിരിക്കും. എന്തുകൊണ്ട് ബാംഗ്ലൂരിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിച്ചില്ല? അതായത് ബാംഗ്ലൂരിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുമായിട്ട് റോയിക്ക് ചില ആത്മബന്ധങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അവർ അന്വേഷിച്ചാൽ ഇതിന്റെ അകത്തുള്ള ചില കാര്യങ്ങൾ പുറത്തു പോകുമോ എന്നുള്ള സംശയമാണ് ഈ കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയത്.
ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കപ്പൽ ജോയി ഇതുപോലെ 14 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് കൂട്ടുകാരനും മകനും ഒപ്പം നിൽക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മുകളിൽ നിന്ന് ചാടി മരിക്കുന്നത്. അപ്പൊ ഈ ബാംഗ്ലൂരിലെ അന്വേഷണ ഉദ്യോഗസ്ഥരല്ല, കൊച്ചിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പോയിരിക്കുന്ന ഈ പറയുന്നത് പോലെ കപ്പൽ ജോയി. എന്ത് കാര്യമാണെന്ന് ആ മരണത്തിലെ ദുരൂഹത ഇന്ന് വരെ നീങ്ങിയിട്ടില്ല. 14 നില കെട്ടിടത്തിൽ നിന്ന് മകനും കൂട്ടുകാരനും ഒപ്പം ഉള്ളപ്പോഴാണ് സിഗരറ്റ് വലിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചാടി മരിക്കുന്നത്. അങ്ങനെ പല ആളുകൾ ഇപ്പോ പിന്നെ VG സിദ്ധാർത്ഥൻ അദ്ദേഹം നേത്രാവതി പുഴയിൽ ചാടി മരിക്കുന്നു. കടം ആണ് എന്ന് പറയുന്നുണ്ട്. ആ കടത്തിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് മരിക്കുന്നത്. കഫേ കോഫിയുടെ ഉടമസ്ഥൻ. ഇതുപോലെയല്ല റോയിയുടെ മരണം. റോയിയുടെ മരണം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ സാന്നിധ്യത്തിൽ അതെ ക്യാബിനിലേക്ക് പോകുന്നു, പെട്ടെന്ന് വെടിയുതിർത്ത സൗണ്ട് കേൾക്കുന്നു, മരിക്കുന്നു. പിന്നീട് അദ്ദേഹം ഈ ദുരൂഹത എന്നുള്ള വാക്ക് പിന്നീട് വരുന്നു, അസ്വാഭാവികമാണെന്ന് വരുന്നു. പലരും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ അങ്ങനെ സമ്മർദ്ദം മൂലം മരിക്കാനുള്ള ഇതൊക്കെ ഈ ചെറുപ്പത്തിലെ ഈ ബിസിനസിന്റെ ഏറ്റവും തകർച്ച കണ്ട് അവിടെ നിന്ന് വീണ്ടും കരകയറി വന്ന ആളാണ് ഈ റോയി എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്ന പലരും പറയുന്നത്. അപ്പോൾ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ താങ്ങാനുള്ള കെൽപ്പുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ അത് തൻ്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കും എന്നുള്ള ഒരു വല്ലാത്ത ഭയം, ഇരുട്ടിനെ പേടിയുള്ള റോയിയെ ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ലോക്കറിൽ എന്താണ് എന്നുള്ളത് പുറത്തു വരട്ടെ. അല്ല, ഇത്തരം കേസുകളിൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് വരാറില്ല. കപ്പൽ ജോയിയുടെ കേസിലായാലും അതുപോലെ ജോർജ് മുത്തൂറ്റിന്റെ കേസിലായാലും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നുള്ളത് ഇതിലും അങ്ങനെ തന്നെയായിരിക്കും. ഈ ചർച്ചകളൊക്കെ 3-4 ദിവസങ്ങൾ കഴിയുമ്പോൾ മാഞ്ഞു പോകും. പിന്നീട് ഇത് എന്നും എക്കാലത്തും ദുരൂഹമായിട്ട് തന്നെ നിൽക്കും. നമ്മളിപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് എന്തുകൊണ്ട് വെടിയേറ്റ് മരിച്ചു എന്നുള്ളതിന്റെ വാർത്ത ഇപ്പോഴും നമുക്കറിയില്ല. അതും ദുരൂഹമാണ്. സംഭവി ഡി കമ്പനി ഉണ്ട്, അതൊക്കെ വെറുതെ ആ ഒരു വർത്തമാനത്തിനപ്പുറം ഒരുപാടുണ്ട്. ഇപ്പൊ ഈ മുത്തൂറ്റ് ഒരു തലവനായിട്ടിരുന്ന ജോർജ് മുത്തൂറ്റ് ഡൽഹിയിൽ 7 നില ഇവരുടെ ഒന്നും ഈ മരണത്തിന്റെ ഒന്നും യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല. അതുകൊണ്ട് തന്നെ CJ റോയിയുടെ മരണത്തിന്റെയും വസ്തുതകൾ ഒരു പക്ഷേ പുറത്തു വരുമെന്നുള്ള ഇതിപ്പോ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അദ്ദേഹത്തിന് എന്താണ് ഈ സമ്മർദ്ദത്തെ മറികടക്കാൻ കഴിയാണ്ട് പെട്ടെന്നുണ്ടായ ഒരു സൈക്കോളജിക്കൽ ബ്രേക്ക്, അതുകൊണ്ടായിരിക്കാം മരിച്ചതെന്ന് പറയൽ മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്ത് ഒന്നും പുറത്തു വരും എന്ന് നമ്മൾ കരുതേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മുൻകാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളിലും അത് 2-3 ദിവസമൊക്കെ ഉള്ള വാർത്തകൾ അത് കഴിഞ്ഞാൽ തീരുന്നു. അതുപോലെ ഇതും. കാരണം ഒരിക്കലും ആ രഹസ്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, എന്തോ വലിയ രഹസ്യം അതിൻ്റെ പൂട്ട് തുറക്കാൻ ശ്രമിച്ച സമയത്താണ് ഇദ്ദേഹം ആത്മഹത്യ എന്ന് പറയുമെങ്കിലും എന്താണ് രഹസ്യമെന്ന് ഇദ്ദേഹത്തിന് മരണത്തിന് ശേഷം പോലും അറിയില്ല എന്നുള്ളത്. അതാണ് പ്രശ്നം.